നിങ്ങളുടെ മുൻപിലിരിക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രിയാണ്. മന്ത്രിസഭയിലിരിക്കുന്ന അല്ലെ വലതുപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിന് ബാധകമാവില്ല എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ആരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരനാണ്. അദ്ദേഹം നിപ്പ എന്ന് പറയുന്നൊരു സാധനം എരണം കെട്ടവന്മാർ കേരളം ഭരിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ എരണം കെട്ടവന്മാർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന രോഗങ്ങളാണ് നിപ്പയടക്കമുള്ള വലിയ മഹാമാരികൾ അല്ലെ പകർച്ചവ്യാധികൾ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്, എന്നാണ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത്. എന്നാൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന ആളുകൾ ഇന്ന് ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഇതേ സാധനം, ഇതേ നിപ്പ നല്ല ശക്തി ആർജിച്ച് തിരികെ വരികയാണ്. അന്ന് ഈ നിപ്പ ബാധിക്കുന്ന ആളുകളെ പറ്റി, അല്ലെങ്കിൽ നിപ്പ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ള നമ്മുടെ കെ ശൈലജ ടീച്ചർ, അന്ന് അദ്ദേഹമായിരുന്നു നമ്മുടെ ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി. അന്ന് കെ ശൈലജ ടീച്ചർ പറഞ്ഞൊരു കാര്യം, നിപ്പ ഉണ്ടാവുന്നത് വവ്വാലിൽ നിന്നാണെന്നാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കെ മുരളീധരൻ എന്ന് പറയുന്നൊരു വ്യക്തി അതിനും ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അതിനും ഒരു വഴി വെട്ടിക്കൊണ്ടൊക്കെ വന്നായിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? നിപ്പ ഉണ്ടാവുന്നത് വവ്വാലിൽ നിന്നാണത്രേ. ഈ കരുണാകരനും അതേപോലെ ഉമ്മൻചാണ്ടിയും ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ വവ്വാലില്ലായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ അന്നത്തെ ചോദ്യം. അതായത് ഉമ്മൻചാണ്ടി ഒന്നും ഭരിക്കുന്ന സമയത്ത് വവ്വാലില്ലായിരുന്നു. ഇപ്പം പിണറായി വിജയൻ വന്നപ്പോഴാണോ വവ്വാൽ വന്നത്? ഈ വവ്വാലിൽ നിന്ന് ഇപ്പോഴാണോ രോഗമുണ്ടായത്? എൻ്റെ പൊന്ന് ആരോഗ്യമന്ത്രി, ഇത്രയും ചിന്തിക്കാൻ ബോധമില്ലാത്ത ഒരു മനുഷ്യനാണല്ലോ ദൈവമേ ഇവന്മാരെല്ലാം കൂടി ജയിപ്പിച്ച് അങ്ങോട്ടേക്ക് കയറ്റി വിട്ടതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഈ രോഗങ്ങൾ ഉണ്ടാവുന്നത് ഓരോ സീസണിലായിട്ടുള്ള അസുഖങ്ങൾ ഓരോ സമയങ്ങളിലായിട്ട് ഉണ്ടാവുന്നുണ്ടല്ലേ. കോഴിപ്പനി ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഒരു സീസൺ ആകുമ്പോഴാണ് അതുണ്ടാവുന്നത്. അത് കോഴിയല്ല പരത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പനിക്ക് എലി എന്ന് പറയുന്ന പോലെ കോഴിപ്പനിക്ക് കോഴി എന്ന് പറയും. എന്ന് പറയുന്ന പോലെ തന്നെ വവ്വാലിൽ നിന്നുണ്ടാവുന്നതാണെന്ന് അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച്, അതിൻ്റെ മലം മൂത്രം എല്ലാം ശേഖരിച്ച്, രക്തസാമ്പിളുകളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് വിലയിരുത്തി, അല്ലെങ്കിൽ അതിൻ്റെ വിദഗ്ധർ പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് വവ്വാലാണ് ഈ പറയുന്ന നിപ്പ പരത്തുന്നതെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെപ്പോലും അത് വവ്വാലല്ല ഉണ്ടാക്കുന്നത്. ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് വവ്വാൽ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഉണ്ടാവാത്ത അസുഖമാണോ പിണറായി വിജയൻ വന്നപ്പോഴെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വൃത്തികെട്ട കളികൾ കളിച്ചിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ ജയ് വിളിക്കാനും കൈയടിക്കാനും കുറേ അണികളും കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള മരവാഴകളായിട്ടുള്ള ജനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാ ആളുകളും വലിയ രീതിയിലെടുത്ത് ചർച്ചാ വിഷയമാക്കിയതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആരോഗ്യമന്ത്രിയാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞത് ഈ സീറ്റിന് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇന്നലെ ഞാൻ ആ വീഡിയോ കാണിച്ചതാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. കോഴിക്കോട് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. മുടിഞ്ഞു. ഒരു രോഗത്തിനെ പോലും അല്ലെ ഒരു അസുഖത്തിനെ പോലും ഈ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ന്യായീകരണങ്ങൾ കൊടുക്കാൻ വരുന്ന മരവാഴയാണോ നമ്മുടെ ഇന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യം ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കണം. മരവാഴയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അതിനുള്ളൊരു മറുപടി കമൻറ്റ് ബോക്സിൽ തരിക. കാരണം എന്തൊരു മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിലാണല്ലോ ഒരു കാര്യം പറയുന്നത്. ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളുള്ളത് കൊണ്ടാണ്, എരണം കെട്ടവന്മാരുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ വേറെ പോസ്റ്റ് വന്നിരിക്കുന്നത്, നിപ്പ രോഗം പകർന്നത് വവ്വാലിൽ നിന്നെന്ന് സംശയം. രോഗബാധിതൻ ഗോഡൌൺ വൃത്തിയാക്കിയപ്പോൾ വവ്വാലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ട വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിപ്പ ഉണ്ടാകുന്നത് വവ്വാലിൽ നിന്നാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ എന്ത് പറ്റി ആരോഗ്യമന്ത്രി നിങ്ങൾ ഇന്ന് ഈ ഒരു നിഗമനത്തിലെത്താൻ കാരണം, അല്ലെങ്കിൽ ഈ വവ്വാലിൽ നിന്നാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്ന നിഗമനത്തിലെത്താൻ കാരണം? അപ്പം നിങ്ങൾക്കും മനസ്സിലായി വവ്വാലാണ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ ഇതിനു മുൻപ് ഉണ്ടാക്കിയത് ഇങ്ങനൊന്നും അല്ലല്ലോ. വവ്വാലൊന്നും ചെയ്യുന്നില്ല, വവ്വാൽ പാവമാണ്, എൻ്റെ ചേട്ടൻ്റെ മോനാണ് വവ്വാലെന്നൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൽ വീണ ജോർജ് ഇന്ന് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഈ പറയുന്ന പ്രഹസനങ്ങളിലും പ്രസ്താവനകൾക്കുമൊക്കെ എതിരെ വീണ ജോർജും നമ്മുടെ കെ ശൈലജ ടീച്ചറൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വീണ ജോർജ് പറയുന്നത്, ശരി തെറ്റുകൾ കാലം തെളിയിക്കട്ടെ, എരണം കെട്ടവർ നാട് ഭരിച്ചാൽ നാട് മുടിയുമെന്ന മുരളീധരൻ്റെ പഴയ പ്രസംഗത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ ജോർജ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. വീണ ജോർജിനെയും നമ്മുടെ സിസ്റ്റത്തിനെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ, വീണ ജോർജ് ശരിയല്ല, സിസ്റ്റം ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പിണറായി വിജയനെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കളികൾ കളിച്ചതാണ് ഇവരെല്ലാം, വലതുപക്ഷ മാധ്യമങ്ങളടക്കം ഈ പറയുന്ന പാപ്പരാസികളെല്ലാവരും. പക്ഷെ അന്നൊന്നും പിണറായിക്ക് കിട്ടാത്ത പ്രിവിലേജ്
ഒരുപാട് ഈ പറയുന്ന VD സതീശന് കിട്ടുന്നുണ്ട്. എല്ലാ തരത്തിലും വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, പൊതുഗതാഗതമായിക്കോട്ടെ, ആരോഗ്യ മേഖലയായിക്കോട്ടെ, കേരളത്തിലെ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് നമ്മുടെ മാധ്യമ പാപ്പരാസികൾ കൊടുക്കുന്നുണ്ട്. മാധ്യമ പാപ്പരാസികൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്നതായിരിക്കും അല്ലേ? വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ KK ശൈലജ ടീച്ചറിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് കണ്ടു നോക്കാം. നിപ്പയെ മറികടക്കാൻ നമ്മൾ നടത്തിയ ഇടപെടലുകൾ ലോകം അംഗീകരിച്ചെങ്കിലും ഇവിടെ അംഗീകരിച്ചിരുന്നില്ല. ആര്? പ്രതിപക്ഷത്തിരുന്ന ഇന്നത്തെ കൊങ്ങികൾ. നിപ്പ റാണി എന്ന് ചിലർ പരിഹസിച്ചു. അതായത് നിപ്പ റാണിയാണ് ടീച്ചറെന്ന് ചിലർ പരിഹസിച്ചു എന്ന്. അന്ന് നമ്മളുണ്ടാക്കിയ പ്രോട്ടോക്കോളാണ് ഇന്നും ആശ്രയിക്കുന്നത്. അറിവുള്ള എല്ലാവരും അത് അംഗീകരിച്ചിട്ടുമുണ്ട്. ഏത് സർക്കാരാണ് ഭരിക്കുന്നതെന്ന് നോക്കിയല്ല നിപ്പയും കോവിഡും വരുന്നതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഇതാണ് വിവരമുള്ളവനും വിവരമില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. അറിവും വലിയ വിദ്യാസമ്പന്നരാണെന്നുള്ളൊരു കാര്യത്തിലൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ആളുകൾക്ക്, VD സതീശൻ അടക്കമുള്ള ആളുകൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല ബോധ്യമുള്ള ആളുകളാണ്. ഇവരുടെ അണികളും അങ്ങനെ തന്നെയാണ്. ഭയങ്കര പഠിത്തമാണുള്ളത്. എന്നാൽ അറിവും വിദ്യാഭ്യാസവും വിവേകവും വിവരവും എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇത് വകതിരിവ് വട്ടപൂജ്യം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇവരുടെ അവസ്ഥ. വള്ളി വരപൂജ്യം എന്ന് പറയുന്നൊരു സാധനം ഒട്ടുമില്ല. എന്താണത്? വിവരം. വിദ്യാഭ്യാസം ഹൈ ലെവലാണ്, 100% ആണ്. പക്ഷേ വിവരം എന്ന് പറയുന്ന സാധനം വെറും വട്ടപൂജ്യമാണ്, വെറും ഓട്ടക്കാലണയാണെന്ന് തന്നെ പറയാം. ഒരു സർക്കാരിനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി അപവാദങ്ങളും അപരാധങ്ങളും പറയുക, ഇതാണ് ഇവരുടെ മെയിൻ അജണ്ട. അപ്പോൾ ഇതിൽ നമ്മുടെ കെ മുരളീധരൻ പറയുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ആരോഗ്യമന്ത്രിയാണ്. അന്ന് ഞാൻ പറഞ്ഞു വന്നു ഇന്ന് ബാധകമല്ല. അന്ന് ഞാൻ പറഞ്ഞത് അവരെ പറ്റിയാണ്, ഇന്ന് ഞാൻ പറയുന്നത് ഞങ്ങളെ പറ്റിയാണെന്നുള്ള രീതിയിൽ. അതായത് പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ടോ, പ്രഷർ കിട്ടിയിട്ടുണ്ടാവാം. ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് പണി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാണാം. അതിൻ്റെ ഫലമായിട്ട് വന്നാണ്. കേട്ടോക്കാം. ഇതിന്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിന്റെ ഒഫീഷ്യലാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റ് വാടകല്ല. ഇത് ഒരുമാതിരി എന്താ പറയുക, നമ്മൾ സ്കൂളിലൊക്കെ പറയുന്നത് പോലെ, ഞാൻ ആ പറഞ്ഞത് നിങ്ങൾക്ക് ബാധകമല്ല പക്ഷേ ഞങ്ങൾക്ക് ബാധകമാണ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഈ ഇരിക്കുന്ന ലേബൽ കണ്ടില്ലേ, ഇത് ആരോഗ്യമന്ത്രിയുടെയാണ്. ഞാൻ ഇന്നിരിക്കുന്ന ഈ ഒരു പ്രൊഫഷനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഇതൊരുമാതിരി ടീച്ചർ ഇവൻ എന്നെ നുള്ളി, ഇവൻ എന്നെ പിച്ചി എന്നൊക്കെ പറയുന്നത് പോലെയാണല്ലോ നമ്മുടെ മുരളീധരൻ സാറേ ഈ പരിപാടികളൊക്കെ പോകുന്നത്. നിങ്ങൾ എന്ത് പ്രഹസനങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെയാണ് മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ലല്ലേ? നിങ്ങൾ കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളെയും മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ടന്മാരായിട്ട് അവർ ഇരുന്ന് തരികയുമാണ്. അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ലെന്ന് ഇന്നത്തെ കാലത്ത്. അത് നിങ്ങളുടെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്, അല്ലെ വലിയൊരു കഴിവ് തന്നെയാണ്. അവർക്ക് ഒരു കാര്യത്തിലും പ്രശ്നമില്ല, ഒരു കാര്യത്തിലും അവർ വഴക്കുണ്ടാക്കാൻ വരുന്നില്ല, കിട്ടുന്നതൊക്കെ വാങ്ങിക്കൊണ്ട് പോവുക എന്നുള്ളൊരു അജണ്ടയിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെല്ലാം മാറി. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു രീതി. ഒന്നിനും ഒരു പ്രശ്നമല്ല, എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ശരിയാവുന്നില്ലല്ലോ മേനോൻ സാറേ. നിങ്ങൾ കാണിക്കുന്ന കൊള്ളരുതായ്മകളിൽ എന്നും അതിനെ പ്രതികരിക്കുന്ന ആളുകളെ എല്ലാം നിങ്ങൾ എടുത്തകത്തിടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളൊന്നും ഫലം കാണാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്തു പറയാണ്. കാരണം നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഞങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കും. നിങ്ങളുടെ ഓരോ പ്രഹസനങ്ങളും അത് ഞങ്ങൾ എണ്ണി എടുത്ത് പറയുകയും ചെയ്യും. കാരണം നിങ്ങൾ വലതുപക്ഷം ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്, വലതുപക്ഷത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടിയ പോക്രിത്തരങ്ങൾ അതിനൊരു പരിധിയില്ലായിരുന്നു. അതായത് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അത് വളരെ മോശമാണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ വിരുദ്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇടതുപക്ഷ ജ്വരം ബാധിച്ച ഈ വലതുപക്ഷ അനുഭാവികളും അതിൻ്റെ കുറേ മാധ്യമ പാപ്പരാസികളും ഉണ്ട്. ഇവർക്കെല്ലാം ഇടതുപക്ഷ ജ്വരമായിരുന്നു. ആ ജ്വരം കൊണ്ട് തന്നെ അവരതിങ്ങനെ പൊട്ടി ഒലിച്ചിട്ടും അത് ജനങ്ങളുടെ മുന്നിലേക്ക് കൂടി ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാണുന്നത്. എന്തിനാണ്? പിണറായി വിരുദ്ധത വേണ്ടേ? പിണറായിസം തകർക്കണ്ടേ? പിണറായിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം എന്നൊരു അർത്ഥം കൂടി ഉണ്ടെന്നുള്ളത് അവർക്ക് ആർക്കും മനസ്സിലായില്ല. എന്നാൽ അത് ഇന്ന് കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങൾക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആയിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുമെന്ന് പറയുന്നത് പോലെ ജനങ്ങളുടെ മനസ്സിൽ തോന്നി തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇവർ തമ്മിലുള്ള അടി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനെന്ന് അവർക്ക് തന്നെ ബോധ്യമായി. ജയിപ്പിച്ചു വിട്ട ലീഗ് തന്നെ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടുള്ള നീതികേടാണ്, നീതി നിഷേധമാണ്, അല്ലെങ്കിൽ ചെറ്റത്തരമാണ് നിങ്ങൾ കാണിക്കുന്നതെന്നുള്ളത്. എന്നിട്ട് പോലും മനസ്സിലാക്കാതെ മേനോൻ സർക്കാരും മേനോൻ്റെ ഈ ഭൂതഗണങ്ങളുമൊക്കെ ഉരുണ്ട് കളിക്കുകയാണ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട്, എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഉരുണ്ടുകളിയാണ്. എന്തായാലും ഇതിനെല്ലാമുള്ള മറുപടിയുമായിട്ട് തന്നെ പിണറായി വിജയനും ആ ഒരു പാർട്ടിയും രംഗത്തേക്ക് വീണ്ടും വരുന്നുണ്ട്.
ഒരിക്കലും അടിപതറിപ്പോയിട്ടില്ലാത്ത, ഒരാളുടെ മുന്നിലും അടിപതറാത്ത, ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ട ഇടങ്ങളിൽ മാത്രം തല കുനിച്ചിട്ടുള്ള, സംഘികളുടെ മുൻപിൽ പോയി ഓച്ചാനിച്ച് നിൽക്കാത്ത നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്നോ സംഘികളുടെ മുൻപിൽ പോയി അവരുടെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രി അടങ്ങുന്ന ആളുകളുമാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തും സംഭവിക്കാം. കേരളം ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. ആർക്കാണ്? സംഘികൾക്ക്. ഇനി അവരുടെ കാവ്യകളസവൽക്കരണവും ഓരോ ഘോഷയാത്രകളിലും ഇവരുടെയൊക്കെ കാവ്യകളസ കൊടിയും തൂക്കി പിടിച്ചുള്ള പോക്കൊക്കെ നമുക്ക് കാണാം. കണ്ടേ പറ്റൂ. കാരണം ഇന്ന് സർവകലാശാലകളിൽ പോലും 30-ൽ 19 സീറ്റുകളിലും നിയമനം നൽകിയിരിക്കുന്ന, അല്ല നിയമനം കിട്ടിയിട്ടുള്ളത് സംഘികൾക്കാണ്, സംഘപരിവാർ അംഗങ്ങൾക്കാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മൂഞ്ചി എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ നമുക്കിവിടെ എടുത്തു പറയാനുള്ളൂ. കാരണം അത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, നല്ലൊരു വെളുക്ക ചിരിയുണ്ടല്ലോ, നല്ല തെളിഞ്ഞ ചിരിയുണ്ടല്ലോ, അത് മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അല്ല അത് മതിയെന്നാണ് നിങ്ങളുടെ ചിന്താഗതിയെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ കേരളത്തിൽ വികസനങ്ങൾ വേണം. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണം. നമ്മുടെ കുട്ടികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടണം. കേരളം നമ്പർ 1 ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന തെണ്ടിത്തരത്തിന് കൂട്ടു നിൽക്കില്ല. പക്ഷേ ഓൾറെഡി നമ്മൾ വോട്ട് ചെയ്തു, നമ്മൾ ജയിപ്പിച്ചു വിട്ടു, അതിന് നിങ്ങളെല്ലാവരും കൂട്ടു നിന്നു. നമ്മുടെ തോൽവിയാണ്, അല്ല നമ്മുടെ വിജയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇരിക്കുന്നുണ്ട്. എന്തായാലും തോറ്റുപോയത് മനുഷ്യരാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിണറായി വിജയൻ സർക്കാർ തോറ്റെങ്കിലും അവിടെ തോറ്റുപോയത് നല്ലൊരു ശതമാനം കേരളത്തിലെ നല്ല മനസ്സുള്ള ജനങ്ങൾ, മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിവുള്ള ജനങ്ങളാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.